അയ്യോ അമ്മേ അയ്യോ അയ്യോ ചലച്ചിത്രം എന്ന കലയുടെ സാങ്കേതിക വശങ്ങളോ സൗന്ദര്യശാസ്ത്രമോ ലോക സിനിമാ ക്ലാസിക്കുകളുടെ ഫ്രെയിം പഠനമോ ജോബിക്ക് വശമില്ല. പക്ഷേ മനസ്സിൽ തോന്നിയ ഒരാശയത്തിന് സ്ക്രീൻ രൂപം നൽകാൻ ജോബി തെരഞ്ഞെടുത്ത വഴി വ്യത്യസ്തമായില്ല. ബലിപ്രാവുകൾ എന്ന് പേരിട്ടിരിക്കുന്ന ടെലിഫിലിമിൽ അന്യസംസ്ഥാനത്ത് നിന്നുള്ള ഭിക്ഷാടന മാഫിയെക്കുറിച്ച് പരാമർശിക്കുന്നു. തൃശൂർ പാലക്കാട് റൂട്ടിലെ ബസ്സിൽ കണ്ടക്ടറായിരുന്നു ജോബി 6 വർഷം. സ്വകാര്യ ബസ് ജീവനക്കാരനായും ഓട്ടോ ഡ്രൈവറായും സമൂഹത്തിൽ ഇടപെട്ടപ്പോൾ കണ്ട ജീവിതമാണ് ടെലിഫിലിമിന്റെ ഇതിവൃത്തം. ഐഡിയ തോന്നാൻ കാരണം നമ്മൾ ഓരോ ദിവസത്തെ മാധ്യമങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ പത്രങ്ങളായാലും ചാനലുകളായാലും ഇപ്പോൾ അനീതി അക്രമം കൂടി വരിക, കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക, മാനസികമായി പീഡിപ്പിക്കുക, കാനകളിൽ കാട്ടിൽ, അതേപോലെ തന്നെ ഓരോ സംഭവങ്ങൾ അത് നമ്മുടെ മനസ്സിലേക്ക് തട്ടി തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതൊരു ടെലിഫിലിം മുഖേന ഇങ്ങനെയുള്ള ജനങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ ചെയ്താൽ മാത്രമാണ് നമ്മളെ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള സംഭവം. സിമ്മി ജോസഫ് എന്ന സുഹൃത്തിന്റെ സഹായത്തോടെയാണ് ചിത്രം ജോബി പൂർത്തിയാക്കിയത്. ഈ കൂട്ടുകാരനാണ് ക്യാമറ സഹായവും എഡിറ്റിംഗിനുള്ള സഹകരണവും നൽകിയത്. ആദ്യം ദൈവത്തിന്റെ കൃപ, പിന്നെ കൂട്ടായ്മയുടെ ഒരു ഫലം കൊണ്ടാണ് ഈ സംഭവം ചെയ്യാൻ പറ്റിയത്. ഞങ്ങളുടെ മിഷണറി ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ കുട്ടികളാണ് അതിൽ കൂടുതൽ അഭിനയിച്ചത്. സുഹൃത്തുക്കൾ വന്ന് അഭിനയിച്ചു. വളരെ ലോ ബഡ്ജറ്റിലാണ് ചെയ്തത്. കാർമൽ കോളേജിൽ പഠിക്കുന്ന 19 വയസ്സായ ഫിന്നി ആണ് ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, ഡബ്ബിങ് എല്ലാവിധം ചെയ്തത്. ഇതിന് സ്റ്റുഡിയോ ചെയ്തിട്ടില്ല, വർക്ക് മുഴുവൻ ഒരു മുറിയുടെ ഉള്ളിൽ അടച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഇതില് മറ്റുള്ള ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ മേക്കപ്പോ കാര്യങ്ങളൊക്കെ വളരെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രൂപയുടെ കൺമഷി, കുറച്ച് കോട്ടൺ തുണി, വെളിച്ചെണ്ണ, അങ്ങനെ വളരെ എന്താ പറയാ ഒരു നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തു. വീട്ടുകാർ അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തെരുവ് ബാല്യങ്ങൾ ഉണ്ടാകില്ലെന്ന ഒരു സന്ദേശമാണ് ചിത്രത്തിലൂടെ പറയാൻ ജോബി ശ്രമിക്കുന്നത്. കുട്ടികളുടെ സംഭവങ്ങൾ ചെയ്തു. അതെന്റെ മനസ്സിൽ തൃശ്ശൂർ സ്റ്റാൻഡിലും ഭിക്ഷയെടുക്കണം. അതേപോലെ തന്നെ അഭ്യാസങ്ങൾ, മുറകൾ ചെയ്ത് ഒരുപാട് അവരുടെ സ്വന്തം ശരീരം വിറ്റ്. ഞാനിത് ഇവിടെ തൃശ്ശൂർ രാഗത്തിന്റെ അവിടെ കണ്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ മലക്കം മറിയുക, അതേപോലെ ശരീരത്തേക്ക് അടിക്കുക, ചോര വരിക, ആ സൂചി കൊണ്ട് കുത്തി കയറ്റുക. എന്തായാലും അവർക്ക് കാശ് കിട്ടിയാൽ ജീവിച്ചാൽ മതി. കാരണം ഈ കുട്ടികളൊക്കെ നല്ല രീതിക്ക് നമ്മുടെ ഒരു ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ള ആളുകളായി അവർ തീർന്നേനെ. സാറേ, ഇനി അതിന്റെ ഉള്ളിൽ കുട്ടികളുണ്ട്. ഇനിയോ? വാടോ. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നാളത്തെ ഭരണചക്രം തിരിക്കുന്നത് ഈ കുട്ടികളിൽ ആരായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല. അതുകൊണ്ട് ഈ കുട്ടികളെന്നല്ല ഒരു കുട്ടികളും തെരുവോരങ്ങളിൽ ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ ഇനി ഇടവരരുത്. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ജീപ്പാസ് ആഴ്ചവട്ടത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർത്തിയാകുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചിരി പ്രൊഡ്യൂസർ ആഴ്ചവട്ടം, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചി 25. ഇമെയിൽ aizhavatam@gmail.com. ടെലിഫിലിം ശ്രദ്ധേയമാകുന്നു. ഓട്ടോ യാത്രയ്ക്കിടയിലെ അപൂർവ കാഴ്ചകൾ ഉൾപ്പെടുത്തിയാണ് ടെലിഫിലിം രൂപപ്പെടുത്തിയിരിക്കുന്നത്. മൊബൈൽ ഫോൺ ദുരുപയോഗത്തെക്കുറിച്ചാണ് ജോബിയുടെ അടുത്ത ടെലിഫിലിം. ഒരു ഓട്ടോ ഡ്രൈവർ തന്റെ യാത്രയ്ക്കിടയിൽ കണ്ട കാഴ്ചകളാണ് ബലിപ്രാവുകൾ എന്ന ഹ്രസ്വ ചിത്രം. സിനിമാ മോഹം എന്നും ഉള്ളിൽ കൊണ്ടു നടന്ന തൃശൂർ ചുവന്നമണ്ണ് സ്വദേശി ജോബിയാണ് ആരും കാണാൻ ഇഷ്ടപ്പെടാത്ത വഴിയോര കാഴ്ചകൾ തന്റെ ഭാവനയ്ക്ക് ഇണങ്ങും വിധം ഹ്രസ്വ ചിത്രമാക്കിയത്.
ബാലഭിക്ഷാടനവും കുട്ടികളെ ഭിക്ഷാടനത്തിനായി തട്ടിക്കൊണ്ടുപോകുന്നതും ഇതിൽ പ്രമേയമാകുന്നു. കുട്ടികൾ എവിടെയും സുരക്ഷിതരല്ലെന്ന സന്ദേശമാണ് വെലിപ്രാവുകൾ എന്ന ചിത്രം നൽകുന്നത്. കണ്ടന്റ് കുറെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന കുറെ സാമൂഹ്യ വിരുദ്ധ ഒരു പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ നിന്നും ക്യാമ്പിലെത്തി അവരെ മോചിപ്പിക്കലാണ്, അവിടെ അകപ്പെട്ടിരിക്കുന്ന കുട്ടികളെല്ലാം മോചിപ്പിക്കലാണ് ഇതിന്റെ ഒരു ആകെ സ്റ്റോറി എന്ന് പറയുന്നത്. കാരണം ഞാൻ ഈ തൃശ്ശൂർ ടൗണിലേക്കുള്ള യാത്രക്കിടയിൽ കുറെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. കുറെ കുട്ടികൾ ഭിക്ഷ യാചിക്കുന്നതും അതുപോലെ ഭക്ഷണം കിട്ടാതെ അലയുന്നതും സ്വന്തം ശരീരം വിറ്റ് ഉപജീവനം കഴിക്കുന്നതായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് ഇങ്ങനെ ഒരു എന്താ പറയാ ആകർഷിച്ചു. അപ്പൊ അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കുക എന്നുള്ള മാർഗമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മുൻപ് തൃശൂർ പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ് കണ്ടക്ടറായിരുന്നു ജോബി. ഇപ്പോൾ തൃശൂർ നഗരത്തിൽ സ്വന്തമായി ഓട്ടോ ഓടിക്കുകയാണ്. ഇതിനിടയിലും സിനിമാ മോഹം ഒരു ബാധ പോലെ ജോബിയോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു സീരിയലിൽ മുഖം കാണിക്കാൻ മാത്രമാണ് ജോബിക്ക് കഴിഞ്ഞത്. അഭിനയിക്കാൻ അവസരം തേടി പലരെയും സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലമെന്ന് ജോബി പറഞ്ഞു. ഞാൻ അഭിനയിക്കാൻ വേണ്ടി വളരെ ആളുകളുടെ അടുത്ത്, അഭിനയം തന്നെയല്ല ഡയറക്ഷൻ പഠിക്കാനും അതേപോലെ അഭിനയിക്കാൻ വേണ്ടി പല ആളുകളുടെ അടുത്തും പോയി, പല ഫോണിൽ കൂടെ ആയാലും ഒരുപാട് ലെറ്ററിൽ കൂടെ ആയാലും ഒരുപാട് ആൾക്കാരെ സമീപിച്ചു. പക്ഷെ ആരും എന്നെ ചെവി കൊണ്ടില്ല. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരു വാശിപ്പുറത്ത് ചെയ്താണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അത് എൻ്റെ ഒരു സാമ്പത്തിക ഇതനുസരിച്ച് ഒരു ടെലിഫിലിം ആകുമ്പോൾ എനിക്ക് കൂടുതൽ ബാധ്യതകളില്ല, വേറെ ചെലവൊന്നുമില്ല. അങ്ങനെ ഒരു വാശിപ്പുറത്ത് ചെയ്ത സംഭവമാണ്. സംവിധാനത്തെ പറ്റി യാതൊരു മുൻപരിചയവുമില്ലാതെയാണ് ജോബി ഈ രംഗത്തേക്ക് എത്തിയത്. നാട്ടിലെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിലാണ് ടെലിഫിലിം പൂർത്തിയായത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നതും ജോബിയുടെ സുഹൃത്തുക്കൾ തന്നെ. ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സുഹൃത്തായ ഫിന്നിയാണ്. മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം മൂലം വഴിതെറ്റുന്ന യുവതലമുറയെ പറ്റിയാണ് ജോബിയുടെ അടുത്ത ടെലിഫിലിം. സന്ദേശം സ്കൂളിൽ നിന്ന്, അതായത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണെന്ന് മാതാപിതാക്കന്മാർക്ക് ഒരു ഉറപ്പില്ല. കാരണം നമ്മൾ ഓരോ ദിവസം മാധ്യമങ്ങളെടുത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ തട്ടിക്കൊണ്ട് പോവുക, അഴുക്കുചാലകളിൽ അതുപോലെ തന്നെ കാനകളിൽ കുറ്റിക്കാട്ടിൽ ഉപയോഗശേഷം വലിച്ചെറിയുക, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ജനങ്ങളിലേക്കൊരു നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഒഴിവാക്കാവുന്ന കുറെ കാര്യങ്ങളാണ്. മാതാപിതാക്കളായാലും കുട്ടികളായാലും